അതന്നെ ഇത് 250 മലപ്പുറം ജില്ലയിൽ കിട്ടോ? മലപ്പുറം ജില്ലയിൽ 250 കിട്ടോ? കേരളത്തിൽ കിട്ടുമോ? എല്ലാവർക്കും നമസ്കാരം. 250 രൂപയ്ക്ക് ബീഫ്, 250 രൂപയ്ക്ക് ബീഫ് വെക്കുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് മുഴുവനായി കാണാം, ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഇറച്ചി മേടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. മൂപ്പരാളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങളിതിപ്പോ എവിടുന്ന വന്നത് ഇറച്ചി മേടിക്കാനായിട്ട്? അവിടുന്ന് വന്നാണ്. എത്ര കിലോ ഇപ്പൊ മേടിച്ചത്? 8 കിലോ. അത് എന്തുകൊണ്ട് നിങ്ങൾ 8 കിലോ മേടിച്ചത്? ഗൾഫിൽ കൊണ്ടുപോകാനാണ്. പാപ്പട്ടിക്ക ഗൾഫിൽ കൊണ്ടുപോകാനാണ് സാധനമാണ്. അത് അതാ കണ്ടില്ലേ? അതല്ലേ നോക്കി മേടിക്കാം അല്ലേ? നോക്കി മേടിക്കാം. നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അന്വേഷിച്ച് വന്നതാണ്. അന്വേഷിച്ച് വന്നതാണ് നിങ്ങള് വന്നതാണ്. അത് 8 കിലോ മേടിച്ചിട്ടുണ്ട്. ആ ഈ വിലക്ക് കേരളത്തിൽ എവിടെ കിട്ടുക? 340. ഇവിടെ 250 സാധനം കിട്ടുന്നോണ്ട് നിങ്ങള് ലോങ് വന്നാ. നിങ്ങളെ അഭിപ്രായം എന്താണ്? നല്ല മനുഷ്യരാണ്. നിങ്ങളിപ്പോ സാധനങ്ങൾ മേടിച്ചാ? നിങ്ങളെ അഭിപ്രായം എന്താണ്? ഉഷാറാണ്. സാധനം ഉഷാറായിട്ട് കിട്ടും. അതും ചെയ്താ നിങ്ങളെ നേരിട്ട് കണ്ട ആളാണ്. ആ തന്നെ. അപ്പൊ ബാപ്പട്ടിക്ക ഇപ്പൊ ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാപ്പട്ടിക്ക ഇനിയിപ്പോ വില കൂടുവോ? എടുത്ത കാലത്ത് ഇനിയിപ്പോ കൂട്ടാനുള്ള കുറച്ച് വെക്കും. നാടൻ പോത്തുകൾ നാട്ടിൽ അതന്നെ അതന്നെ അതന്നെ. എന്താണ് ഈ കിടക്കുന്ന പീസുകളില്ലേ? അത് എല്ലില്ല. അത് ഇപ്പൊ ഇല്ലേ നമുക്കിപ്പോ ഇവിടെ എത്ര മണിക്കാണ് നമ്മള് കൽപ്പകഞ്ചേരിയിൽ ഇപ്പൊ? രാവിലെ 9 മണി രാത്രി 10 മണി 10-15 പോകാൻ. അപ്പൊ നിങ്ങൾ ഇവിടെ 9 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും. 9 മണിക്കൂടെ വന്ന് ഇറച്ചിട്ട് പോവാം. അടുത്ത നമ്മളെ ആട്ടിറച്ചിയുടെ കൗണ്ടറാണ്. അത് നല്ല ചൂടോടെ എങ്ങനെയാണ് വില? 650 കിലോന് എവിടെയും കിട്ടൂല. അപ്പൊ 650 ഉറുപ്പ്യാണ് ഇവിടെ മട്ടന്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. 650 രൂപ. അതിപ്പോ നിങ്ങളിപ്പോ ഏത് ഇതുമ്മന്നിപ്പോ എവിടെ ഏത് പാർട്സ് കൊണ്ടുവരാമെന്ന് കൊടുക്കും? അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ കൊടുക്കും. ലൈവായിട്ട് കണ്ടു മേടിക്കണം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ സൗകര്യം. അപ്പൊ നിങ്ങൾ എത്ര മണിക്കാ കച്ചവടം തുടങ്ങുക? 8 മണിക്ക്. 8 മണിക്ക് ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് എത്ര മണി വരെ ഉണ്ടാവും? 10 മണി വരെ ഏകദേശം ഉണ്ടാവും അല്ലേ? ഇപ്പൊ രാത്രി 10 മണി വരെ ഏകദേശം ഇവിടെ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ കാലത്ത് വന്നാൽ വേഗം കൊണ്ടുപോവാം. വേഗം കൊണ്ടുപോയി കറി വെച്ച് കഴിച്ച് കിടന്ന് ഉറങ്ങാം. അതന്നെ. ഇവിടെ മോമൊക്കെ ഉണ്ട്. മോമക്ക ഈ കച്ചവടത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് കള്ളത്തരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചപ്പാണ് ചവറാണ്, പറ്റിക്കലാണെന്നൊക്കെ. നിങ്ങളെ അഭിപ്രായം എന്താ? ഇവിടെ വരും ഒരു 200 പെട്ടി വേണം, 300 ബീഫ് വേണം. അത് മതി നമുക്കൊരാഴ്ച. 3-4 അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാണ്? നിങ്ങൾക്ക് വിശ്വാസമാണ്? പിന്നെ 100%. ഒന്നോട്ടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കോട്ടെ. ആ അതന്നെ. നമ്മള് നിങ്ങളെ അഭിപ്രായം എന്താണ്? നിങ്ങളെ അഭിപ്രായം എന്താ കച്ചവടത്തിനെ പറ്റി? നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? കോട്ടക്കുന്ന് വരികയാണ് സാധനം മേടിക്കാനായിട്ട്. അവിടുന്ന് വരികയാണ്. കണ്ട് സാധനം മേടിച്ചോണ്ടിരിക്കുകയാണ്. എന്താ അഭിപ്രായങ്ങളെ? അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ഇവിടെ വരുന്നത്. അതാണ് കച്ചവടം അല്ലേ? ഇക്കടെ അഭിപ്രായത്തിൽ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അടുത്ത ആൾ ഇവിടുത്തെ ആൾ നിങ്ങളെ അഭിപ്രായം എന്താണ്? പച്ചക്കറി കച്ചവടം ചെയ്യുന്നതാണ് ഇടയ്ക്ക്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം മേടിക്കാനായി മതി. ഞാൻ നാളെ പോകണം. അതുകൊണ്ട് നല്ല ബീഫ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പണ്ടൊക്കെ തിരിവ് പോയി. ഇവിടെ തുടങ്ങിയതിന് ശേഷം ഇവിടെ തന്നെയാ. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി, തിരൂരിൻ്റെ തൊട്ടടുത്താണ് കൽപ്പകഞ്ചേരി. അപ്പോൾ ആവശ്യമുള്ള ആളുകളിലൂടെ വരിക. അപ്പോൾ ഈ ചന്ത വരുന്നത് എല്ലാ ചൊവ്വാഴ്ചയാണ് ഉണ്ടാവുക. ചൊവ്വാഴ്ച രാവിലെ ഏകദേശം 9 മണിക്ക് തുടങ്ങും. ഏകദേശം ഒരു 8-8:30-9 മണി നമ്മൾ സാധനം കഴിയും. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ വേഗം വന്ന് വാങ്ങിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.